നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്റ്റൈലിൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ ഒരു ഗീ കേക്ക് തയ്യാറാക്കിയെടുത്താലോ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ഗീ കേക്ക്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. 1 കപ്പ് പഞ്ചസാര തന്നെ എടുക്കുക, എന്നാലേ ആ ഒരു ഗീ കേക്കിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ 1 കപ്പ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കണം. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടാക്കി എടുക്കണം. ഇപ്പോൾ നല്ലൊരു യെല്ലോ കളറാണല്ലോ, അതിങ്ങനെ ചെറുതായിട്ടൊന്ന് വൈറ്റ് കളറായിട്ട് വരും, പതഞ്ഞ് വരും കേട്ടോ. അത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് അത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഈ ഒരു മുട്ട വെന്തു പോവാൻ പാടില്ല, മുട്ട വേവാതെ വേണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബൗൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയും ചെയ്യരുത് കേട്ടോ. ആ രീതിയിൽ വേണം ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറിയ രീതിയിലൊക്കെ പഞ്ചസാര തരികളുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിലേക്ക് തിളച്ച് പാലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് അതൊക്കെ പിന്നീട് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് സോഡ ഇതിലേക്ക് ആവശ്യമില്ല, ഉപ്പ് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് നല്ല ഫ്രഷ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെയ്യാണല്ലോ, അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് സമയത്ത് തിളപ്പിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു ചൂടോട് കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ആ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അപ്പോൾ തന്നെ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്ത് ബാറ്ററാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി, എന്നാൽ തന്നെ നല്ല സ്മൂത്ത് ബാറ്ററാക്കിയിട്ട് കിട്ടും. കട്ടയില്ലാണ്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു വിസ്ക് മാത്രം മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലത്തെ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പേപ്പർ മോൾഡിലാട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മോൾഡിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം. എന്താ പറയുക, ഗ്രീസ് ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നെയ്യ് വെച്ചിട്ട് തന്നെ ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിതാ ഇതുപോലെ 2 മോൾഡിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറച്ച് ബാറ്ററി ഇതുപോലത്തെ തന്നെ ചെറിയൊരു പേപ്പർ മോൾഡിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഒരു സ്ക്യൂർ വെച്ചിട്ട് എയർ ബബിൾസൊക്കെ ഒന്ന് കളയുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഞാനിത് ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ആദ്യം തന്നെ ആ ഒരു പാനൊന്ന് ചൂടാക്കി പ്രീ ഹീറ്റാക്കി വെക്കണം കേട്ടോ. ഓവൺ ആണെങ്കിലും പ്രീ ഹീറ്റ് 10 മിനിറ്റ് 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റാക്കി എടുക്കുക. എന്നിട്ട് 150 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ നമുക്കൊരു 15 മുതൽ, ചില ഓവണിനനുസരിച്ചിരിക്കും. ഇപ്പോൾ പാനിലാണെന്നുണ്ടെങ്കിലും 20, ഇപ്പോൾ ഇങ്ങനെ 3 മോൾഡിലായതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത്, 15 മുതൽ 20 മിനിറ്റ് അതിൻ്റെ ഉള്ളിലായിട്ട് ബേക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഓവനിലൊക്കെ ഓരോ ടെമ്പറേച്ചറിനനുസരിച്ച് ഡിഫറൻസ് വരും. എനിക്കിത് 20 മിനിറ്റ് കൊണ്ടാണ് കേട്ടോ ബേക്കായി വന്നത്. അപ്പോൾ മുകൾ ഭാഗമൊക്കെ ജസ്റ്റ് ഈ ഒരു കളറായി വന്നപ്പോൾ ഞാനിത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തണുത്ത ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഗീ കേക്ക് ആയതുകൊണ്ട് തന്നെ ഗീയുടെയൊക്കെ ഒരു സ്മെല്ല് വരുമ്പോൾ നല്ല ടേസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് തണുത്ത ശേഷം മാത്രം കട്ട് ചെയ്യുക. അതുപോലെ നല്ല സോഫ്റ്റാണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മോയ്സ്ചറൈസ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമുക്ക് തൊടുമ്പോൾ തന്നെ, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് നമുക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. കൈ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ അടിപൊളിയായിട്ട് നല്ല ഒരു നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കൂലേ, അതേ സ്ട്രക്ചറിൽ തന്നെ ഈ ഒരു ഗീ കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്